ഫസ്റ്റ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ സ്ലോൻ്റെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോറേജൊക്കെ ഫുള്ളാകി പെട്ടെന്ന് ഫുള്ളാകുക, അതുപോലെ ഈ സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് എക്സ്ട്രാ ഫോൾഡറുകൾ നമ്മുടെ ഫോണിൽ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ കുറേ ഫോൾഡറുകളൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് നിങ്ങളുടെ സ്പേസ് ക്ലിയർ ചെയ്യുന്ന ഒരു ചെറിയൊരു ട്രിക്കാണ്. അങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോണിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ഫോണിൻ്റെ ഡയൽ പാഡിലാണ് നമ്മൾ ഈ ഇത് ചെയ്യേണ്ടത്. നമ്മൾ ഒരു കോഡാണ്, ആ കോഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിൽ ക്ലിയർ ചെയ്യണമായിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡാറ്റകളായിട്ടും, അതായത് എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് ഫോൾഡറുകളുണ്ടാവും ഡംപ് ഫയലായിട്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാമെന്നാണ് ചെയ്യേണ്ടത്. അത് ക്ലിയർ ചെയ്താൽ തന്നെ നമ്മൾ അത്യാവശ്യം ഫോൺ നമുക്ക് അത് നല്ല സ്പീഡിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതിൽ ഫസ്റ്റ് ഡയൽ പാഡ് എടുക്കുക. ഡയൽ പാഡ് ഇതുപോലത്തെ ഡയൽ പാഡ് ആണെങ്കിൽ നമുക്കത് വർക്ക് ചെയ്യില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒറിജിനൽ കീബോർഡ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ കീബോർഡ് നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫോണിൽ നമുക്ക് ഒറിജിനൽ കീബോർഡ് ഉള്ളിൽ തന്നെ ഉണ്ടാവും, ജസ്റ്റ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ചില ഫോണുകളിൽ 2 കീബോർഡൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇതായിരിക്കില്ല ഇതിൻ്റെ ഒറിജിനൽ കീബോർഡ്. അപ്പോൾ നമ്മൾ ഒറിജിനൽ കീബോർഡ് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും, ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കീബോർഡ്. ഈ ഒറിജിനൽ കീബോർഡിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം ഇവിടെ ഡിഫോൾട്ട് ആണെങ്കിൽ ഡിഫോൾട്ട് കൊടുക്കുക. ഇവിടെ സ്റ്റാർ #9900 ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹാഷ് കൊടുക്കുക. ഹാഷ് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓപ്ഷനായിട്ട് വരുന്നുണ്ട്. ഇതിൽ 4ാമത്തെ ഓപ്ഷനായിട്ടുള്ള ഈ ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഡംപ് റിസൾട്ട് ഡിലീറ്റ് സക്സസ് എന്ന് കാണാൻ പറ്റും. നിങ്ങളുടെ ഡാറ്റകളൊന്നും പോകില്ല, ഒരുപാട് ഫോൾഡറുകൾ ഉണ്ടാകും ഓട്ടോമാറ്റിക് വരുന്നത്. അപ്പോൾ അതുകളൊക്കെ ഡിലീറ്റ് ആയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ക്ലിയറൻസ്, വൈറസുകളൊക്കെ ക്ലിയർ ആവാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവന്നവരെ ബൈ.